ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒരു കണ്ടിന്യൂസ് സ്ട്രീക്കാണ്. കാരണം ഇന്ന് തൊട്ട് നാളെ തൊട്ട് വോട്ടിംഗ് ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ് ആണ്. ടോപ്പ് വിന്നറിന് വേണ്ടിയുള്ള വോട്ടിംഗ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസൾട്ട്സ് ഒരു വേഴ്സസ് നമ്മുടെ ഇൻസ്റ്റാ പേജ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അറിയേണ്ടവർ ഞാൻ ഒരു താഴെ അവിടെ ഫോളോ ചെയ്യുക. അതിനകത്ത് നിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാമെന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് ബാക്കിയുള്ള അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് നിങ്ങളെല്ലാം അറിഞ്ഞ സാബുമാൻ എവിക്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ വൈൽഡ് കാർഡായിട്ട് വന്ന അവസാന കക്ഷിയും ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞുകൊണ്ട് സാബുമാൻ പോയിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ സാബുമാൻ്റെ എവിക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി വൈൽഡ് കാർഡുകൾ ഉണ്ടായിരിക്കില്ല. ഇനിയെല്ലാം ആദ്യം ഡേ 1 കയറി കണ്ടസ്റ്റൻസിനെയാണ് തുടരുക. പിന്നെ നൂറയ്ക്കോട്ട് ലാലേട്ടൻ്റെ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നൂറ ടോപ്പ് 5ലേക്കല്ല ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഫൈനൽ വീക്കിലേക്ക്. അതായത് ഫൈനൽ വീക്കിന് 7 കണ്ടസ്റ്റൻ്റ് മിക്കവാറും ഒരു മിഡ് വീക്ക് എവിക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നൂറ പുറത്തു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ടോപ്പ് 5ലേക്കുള്ള ഫൈനൽ വീക്കിലേക്കാണ് നൂറ് സെലക്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത എവിക്ഷനിലേക്ക് നൂറയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇന്നത്തെ ഞായറത്തെ എപ്പിസോഡ് പറയുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്. ആദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. പിന്നെ പട്ടാഗേൾസ് അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നീട് അവർ അറേഞ്ച് ആക്കിയും പോലെ ആയിട്ട് ചേർന്നിരിപ്പുണ്ട്. പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ് എന്ന് ഞാൻ വേണേൽ പറയും. കാരണം അമ്മാതിരി രീതിയായിരുന്നു. പിന്നെ ഷാനവാസ് എന്താ പറയുക, എന്ത് കുറ്റം കണ്ടാലും അക്ബർ 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 എന്ന് പറയാതെ വേറെ ഒന്നും ഷാനവാസിൻ്റെ വായി വരുന്നില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. വായി എല്ലാം അക്ബറിന് വെക്കുന്നത്. അക്ബർ അത്യാവശ്യം നല്ല സോളിഡ് പെർഫോമൻസ് ആയിരുന്നു. ഒരു അക്ബറിൻ്റെ പിയർ. പക്ഷേ ഷാനവാസിനെ അറിയാതെ ഷാനവാസ് ഓൾവേസ് അക്ബറിനെ കുറ്റം പറയുന്നത്, അല്ലാതെ വേറെ ഒരാളെയും കുറ്റം പറയുന്നത്. അത് തന്നെയാണ് ഷാനവാസിൻ്റെ കുറ്റം. ബാക്കിയുള്ളവരെയും കുറ്റം പറയും. എപ്പോഴും എന്താണ് അക്ബർ അക്ബർ എന്ന് പിടിച്ച് കയറുന്നത്. എന്താ കോംബോ ബിഗ് ബോസ് ഈ വീക്കിലെ ഏറ്റവും ബിഗ് കണ്ട കോംബോ. അനിമോൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്താണ് അനിമോൾ ഇപ്പോഴും പറഞ്ഞൊരു ചേട്ടനെ പോലെയാണ് അനിയനെ എന്നൊക്കെ കണ്ടതാണ്. പക്ഷേ ഒരു ആണെന്നൊരു രീതിയിൽ ഒരാൾക്കും അനീഷിനൊരു ഇത് ഫീൽ ഉണ്ടായി. അത് തുറന്നു പറഞ്ഞു. പിന്നെ അനിമോൾ ഒരു നോട്ടോ എല്ലാം കാണിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഈ വീക്കിലേക്ക് വരുന്ന നാളെ തൊട്ട് പഴയ എക്സ് കോണ്ടൻസ് വരുന്നതാണ്. അപ്പോൾ കയറാൻ വന്ന ശരത്ത് RJ RJ ബിൻസി ഷൈത്തി ഇവരെല്ലാവരും കയറുന്നുണ്ട്. കട്ടപ്പേഷ ഷൈത്തിയും കയറുന്നുണ്ട്. അപ്പോൾ ഇവർ 5 പേരും തിങ്കളാഴ്ച ലൈവിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവർ 5 പേരുണ്ട്. ശരത്ത് എയർപോർട്ടിലൊക്കെ പറയും ബിഗ് ബോസ് ഷോ കത്തിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കോട്ടുള്ള മറുപടിയൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം മസ്താനിക്കുള്ള ഒരു അടിയാന്ന് തോന്നുന്നു. പിന്നെ നെവിന് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുന്നുണ്ട്. നെവിന് ഇന്നൊരു കാർ ടാസ്ക് ഉണ്ട്. അതിനകത്ത് അക്ബർ അനിമോൾ അവരെടുത്ത പോലെ നെവിനും പോയി കാശ് എടുക്കാനൊരു അവസരം കൊടുത്തിട്ടുണ്ട്. സോ നെവിൻ ഇന്ന് പോയി എത്ര കാശ് എടുക്കുമെന്നൊന്നും നമുക്കറിയാം. നെവിൻ എത്ര എടുത്തെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ നെവിൻ സേഫായിട്ട് വീട്ടിൽ തിരിച്ചു കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് കൺഫേം വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നെവിൻ സേഫാണ്. എത്ര രൂപ എടുത്തെന്നും അതായത് നമുക്കൊരു വ്യക്തതയില്ല. 1 മിനിറ്റ് ടൈമുണ്ട്. നെവിന് പോയി കാറിൽ ഇഷ്ടമുള്ള അത്രയും തുക എടുക്കാമായിരുന്നു എന്നതായിരുന്നു ടാസ്ക്. നെവിനായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, വോട്ടിംഗ് റിസൾട്ട് അറിയേണ്ടവർ നമ്മുടെ താഴെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറുക. അവിടെ വോട്ടിംഗ് റിസൾട്ട് നോക്കേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് നോക്കുക. അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് 8 മണിക്കൂർ വോട്ടിംഗ് റിസൾട്ട്സ് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. അല്ലാതെ 10 മിനിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കാര്യമില്ല.